തുള്ളിയായി മംഗളം മൊഴിഞ്ഞ മാത്രയിൽ തേടുന്നു അന്തിനിലാവളി അമ്മാനം മാനത്തെ അല്ലിമലർക്കിളി കനവ് പോലെ പുതു കവിത പോലെ കടൽ പോലെ കാറ്റു പോലെ ഓർമ്മയിൽ അതിന് വല്ല ലോകം അറിയുന്നുണ്ടോ? സുഖായി കൂർക്കം വലിച്ച് ഉറങ്ങായിരുന്നില്ലേ? എന്തായിരുന്നു ഇന്നലെ രാത്രിയിൽ ഇവിടെ? പോലീസ് വണ്ടിയിലല്ലേ അകത്തമ്മയുടെ എഴുന്നള്ളത്ത്? എതിരേൽക്കാൻ ചേച്ചിയുടെ ഗോവേട്ടനും. അല്ല, ഞാൻ അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്ക, ആ പോലീസുകാരൻ എന്താ ഇവരോട് ഇത്ര സ്നേഹം? ഇന്നിപ്പോ സർക്കിളാ, ഇനി നാളെ ചിലപ്പോ DIGയും കമ്മീഷണറും ഒക്കെ ആവും. കണ്ട ഇത്ര നല്ല പതിവ്രത വേറെ ഇല്ല. പക്ഷെ പിടിക്കുന്നതൊക്കെ വലിയ വലിയ പുളിങ്കൊമ്പില. അവരിത്രയ്ക്ക് വഷളാണെന്ന് ഞാൻ വിചാരിച്ചില്ല. നമ്മളും ദിവസവും വഴി കൂടെ പോവുകയും വരികയും ചെയ്യുന്നില്ലേ? എന്നിട്ട് നമ്മളോട് സ്നേഹം കാണിക്കാൻ ഒരു പോലീസുകാരനും വരുന്നില്ലല്ലോ. അതൊക്കെ ഓരോരുത്തരുടെ മിടുക്ക് പോലെ ഇരിക്കും. മാനം മര്യാദയായിട്ട് നടക്കുന്നവരാണെങ്കിലേ ഒരുത്തനും വരില്ലേ പുറകെ. അല്ലേ ചേച്ചി, ഈ വലിഞ്ഞേറി വരുന്നവരൊക്കെ ഇവിടെ അടിഞ്ഞുവിടുന്ന എന്തിനാ? ഒന്നിനെ പൊറുതി മടുത്തപ്പോ വന്നിരിക്കാം വേറൊന്ന്. ഒരു ഭർത്താവ് ഉദ്യോഗസ്ഥൻ, ഇതുവരെ ഇല്ലാത്ത ഭാര്യ മകളെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കാൻ കാലണക്ക് ഗതിയില്ലാതെ വന്നപ്പോ ഇറക്കി വിട്ടതായിരിക്കും അവള്. കുറ്റിയും പറിച്ചു വരുന്നവർക്കൊക്കെ ഇരുന്ന് നിറങ്ങാൻ ഒടുക്കം ശ്രീദേവി അമ്മയുടെ വീടും. അമ്മയ്ക്കാണെങ്കിൽ നമ്മളെക്കാൾ വലുതിപ്പോ അവരാ. ഒരാൾക്കിപ്പോ തന്ത ജയിലിലും കൂടി ആയപ്പോ വളരെ സൗകര്യായി. ആരെയും പേടിക്കണ്ടല്ലോ. ആരുടെ കൂടെ എങ്ങനെ വേണമെങ്കിലും അഴിഞ്ഞാടി നടക്കാം. ഇനിയിപ്പൊ അമ്മയും കൂടി ഇല്ലാത്തോണ്ട് അതും പേടിക്കണ്ടല്ലോ. തോന്നുമ്പോ കയറി വരാലോ. വല്ല കൂസലുണ്ടോ നോക്കിയേ. കണ്ടില്ലേ മൈൻഡ് ചെയ്യാതെ പോയത്? അമ്മേ, അമ്മയും കുഞ്ഞമ്മയും ചായ കുടിച്ചോ? ഇല്ലെങ്കിൽ എന്താ, ഉണ്ടാക്കി തരാൻ നിന്റെ അച്ഛന് ഭാവമുണ്ടോ? അച്ഛൻ ഈ നേരായിട്ട് ഒരു ചായ പോലും കൊടുത്തില്ലല്ലോ. ഓ, അതിനെന്താ ചായ പേടിയോ? അച്ഛന് ചായ കൊടുക്കാത്തതിൽ പെണ്ണിന്റെ ഒരു വിഷമം. മഴയ്ക്ക് പൊയ്ക്കോ അവിടുന്ന്. അവൾ എന്ത് പറഞ്ഞു ഞങ്ങളുടെ കമ്പനിയെ പറ്റി? അമ്പരന്ന് പോയിണ്ടാവും പാവം. ഇത്ര വലിയ സെറ്റപ്പ് ആണെന്നൊന്നും അവള് കരുതിണ്ടാവില്ല. ഇനി ചിലപ്പോ അവള് നിന്നോട് സ്നേഹം കാണിക്കാനൊക്കെ തുടങ്ങും. നമ്മൾ തമ്മിൽ അടുപ്പാണെന്നേ അവൾക്ക് ചെറിയ സംശയമുണ്ടല്ലോ. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാ
നിന്നെ കൊണ്ട് റെക്കമെൻഡ് ചെയ്യിപ്പിക്കാന്നും കരുതും. വഴങ്ങരുത്. അവൾ എത്ര താണ് വണങ്ങിയാലും വഴങ്ങരുത്. ഗൗരിക്ക് ഭ്രാന്തുണ്ടോ? അവളെ അരച്ചു കലക്കി കുടിക്കാനുള്ള ദേഷ്യമുണ്ട് എനിക്ക്. ഗൗരി കരുതും പോലെ ഓഫീസ് വിശേഷങ്ങളൊന്നും പറയാനായില്ല അവക്ക്. അതിനുള്ള അവസരം കൊടുത്തില്ല. നീ അവിടെ ഉടക്കു വെച്ചോ. എന്റെ ഒപ്പം നടന്ന് നടന്ന് ഇതിപ്പോ നീ ഉണ്ണിയർച്ചയാവുന്ന മട്ടുണ്ടല്ലോ. അവക്കെതിരെ ആഞ്ഞു വീശാൻ ഒരു അവസരം കാത്തിരിക്കുകയില്ല ഞാൻ. ആ അവസരം അവൾ എന്നെ കൊണ്ടു തന്നു. ബസ് പണിമുടക്കായിരുന്നുകൊണ്ട് ഒരു സർക്കിളേമന്റെ ജീപ്പിൽ കയറിയ തലേവി വീട്ടിലെത്തിയത്. അതും രാത്രി വളരെ വൈകിട്ട്. ഓഹോ, അപ്പൊ അങ്ങനെയാണല്ലേ കാര്യങ്ങള്. കിട്ടിയ അവസരം ഞാനങ്ങ് മുതലാക്കി. എന്നെ പിടിച്ചെടുത്ത് വിചാരണ ചെയ്ത ആളല്ലേ, നിർത്തി പൊരിച്ചു ഞാൻ. കൊള്ളാം. നിന്റെ ഈ സ്പിരിറ്റ് കാണുമ്പോ എനിക്ക് വല്ലാത്ത സന്തോഷ. എല്ലാ കാര്യത്തിനും നീ എൻ്റെ ഒപ്പം ഉണ്ടാവണം. അവളുടെ ഓരോ നീക്കങ്ങളും അപ്പപ്പോ നീ എന്നെ അറിയിക്കണം. ഉറപ്പായിട്ടും ഞാൻ എപ്പോഴും എന്റെ ഗൗരിയോടൊപ്പം ഉണ്ടാവും. മോളെ, ഈ ചായെങ്കിലും കുടിക്കേ. എനിക്ക് വേണ്ട. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചു കൂട്ടിയാ എന്തെങ്കിലും എത്തുംപിടിയും കിട്ടുമോ? അല്ലെങ്കിൽ തന്നെ ജീവിതത്തിൽ ആർക്കാ പ്രയാസങ്ങളൊന്നും ഇല്ലാത്തത്? എന്നാലും എന്റേതുപോലൊരു വിധി ആർക്കും ഉണ്ടാവില്ല. അതൊക്കെ നിനക്ക് തോന്നുന്നതാ. നമുക്ക് ഓരോരുത്തർക്കും തോന്നും ലോകത്തിൽ ഏറ്റവും കൂടുതൽ ദുഃഖം നമുക്കാന്ന്. പക്ഷേ മറ്റുള്ളവരുടേത് അറിഞ്ഞു വരുമ്പോ നമ്മളിതൊന്നും അല്ലാന്ന് തോന്നും. എന്നാലും ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ എനിക്ക് ഇങ്ങനൊരു ദുരിതം? മുജ്ജന്മ പാപമാണെന്ന് കരുതി സമാധാനിക്കും മോളെ. ജീവിതം പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെ ആവണമെന്നില്ല. ചിലപ്പം നമ്മൾ വിചാരിച്ചാ അതിനെ കുറെയൊക്കെ വരുതിയിലാക്കാൻ പറ്റും. പലതും മറക്കാനും പൊറുക്കാനും നമുക്ക് കഴിയണം മോളെ. ഒരുപക്ഷെ നിന്നോടുള്ള സ്നേഹം കൊണ്ടും നീ കൈവിട്ടു പോരെന്നുള്ള ആഗ്രഹം കൊണ്ടും ആവില്ലേ ഗോവൻ നിന്നോട് ഇതെല്ലാം ഒളിച്ചു വെച്ചത്? ഇല്ല, വിവാഹത്തിന് മുമ്പ് എല്ലാം തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ മനുഷ്യനെ സ്നേഹിക്കുകയുണ്ടായിരുന്നുള്ളൂ. അതേതായാലും കഴിഞ്ഞു പോയില്ലേ മോളെ. നീ വിചാരിച്ചാ ഇനിയും പഴയ പോലെ ആവാം. എനിക്കതിന് കഴിയുന്നില്ല. എനിക്ക് മനസ്സിലാവും നിന്നെ. ഒരുപാട് സ്നേഹിക്കുന്നവർക്കിടയിൽ ഒരു ചെറിയ കാര്യം മതി ഒരുപാട് അകലം ഉണ്ടാവാൻ. ഞാൻ എന്റെ ജീവനെ പോലെ സ്നേഹിച്ചതാ. അവനും ഇത് തന്നെയാ മോളെ പറയുന്നത്. ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയതില് വല്ലാത്ത കുറ്റബോധമുണ്ട്. അതൊക്കെ വെറും നാട്യങ്ങളാ. അങ്ങനെ തന്നെയാണെന്ന് വെക്ക. നിനക്കിനി അവനെ സ്നേഹിക്കാൻ കഴിയില്ല എന്നും കരുതുക. പക്ഷേ അമ്മക്കുട്ടിയോ? ഒരച്ഛന്റെ സ്നേഹവും വാത്സല്യവും അവളും ഒരുപാട് കൊതിക്കുന്നുണ്ടാവില്ലേ? മുതിർന്നവർ തമ്മിലുള്ള വാശി പലപ്പോഴും കുഞ്ഞുങ്ങളെ മോളെ ബാധിക്കുക. നിങ്ങൾ രണ്ടാളും സ്നേഹത്തോടെ കഴിയുന്നത് കാണാൻ അവൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാവും. അതുകൊണ്ടാ ആ മനുഷ്യനെ ഞാൻ അവിടെ നാട്ടി ഇറക്കാത്തത്. ഇല്ല, എനിക്കിനി അയാളെ സ്നേഹിക്കാൻ കഴിയില്ല. എന്റെ മനസ്സിലെ സ്നേഹമെല്ലാം വറ്റിപ്പോയി. ഇനി എനിക്ക് ആരെയും സ്നേഹിക്കാനാവില്ല. ആരെയും. സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം റിലേഷൻഷിപ്പ് ഗോപ, അമ്മാവ, അമ്മാവൻ എങ്ങനെ ഈ വീട് കണ്ടുപിടിച്ച? അതൊക്കെ ചോദിച്ചറിഞ്ഞു. അല്ല, നീ എന്താ വല്ല ടെസ്റ്റിനും പ്രിപ്പയർ ചെയ്യാണോ? ഏയ്, മോളുടെ പരീക്ഷ എടുത്തു വരില്ലേ, അതിനുള്ള ചില തയ്യാറെടുപ്പുകളാ. ഓ, ഇന്ദു എവിടെ? പുറത്തു പോയിരിക്കുക, ഇപ്പൊ വരും. ഓ, അമ്മാവൻ വാ. ആ, നീ അങ്ങ് വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോടാ മോനെ. ഏയ്, അത് കുറെ നാളായിട്ട് അമ്മാവൻ കാണാത്തോണ്ട് തോന്നുന്ന. എനിക്കിവിടെ സുഖം അമ്മാവ. പക്ഷെ നിന്റെ മുഖം കണ്ടാൽ അങ്ങനെ പറയില്ലല്ലോ. ഏയ്, അതൊക്കെ അമ്മാവന് വെറുതെ തോന്നുന്ന. അമ്മാവൻ കയറിയിരിക്കുക.
ഞാന് ചായ എടുക്കാം. ഒന്നും വേണ്ട. ആ ഒന്നും പറ്റില്ല, ആദ്യമായിട്ട് വരികയല്ലേ. അമ്മ ഇരിക്കേ, ഇപ്പൊ വരാം. ആ നന്ദിനി, നന്ദിനി, ഇന്ദുമോളല്ലേ? അതെ. ഞാൻ ഗോപന്റെ അമ്മാവനാ. നന്ദിനി, 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 നന്ദിനി ഒന്ന് എഴുന്നേറ്റേ. നന്ദിനി ഒന്ന് എഴുന്നേൽക്കാൻ. ഓഹോ, ആരുമില്ലാത്ത തക്കം നോക്കി കേറി വന്നിരിക്കുക. എന്താ നിങ്ങളുടെ ഭാവം? വൃത്തികെട്ട മനുഷ്യൻ. ഇന്ദു, പതുക്കെ. പുറത്ത് അമ്മാവൻ. ഏതമ്മാവൻ? വൃത്തികേട് കാണിച്ചിട്ട് അമ്മാവനോ? ചേട്ടത്തൊന്നും കൊടുക്കായിരുന്നില്ല നിനക്ക്? ഈ മനുഷ്യനെ അറിഞ്ഞൂടെ ചേച്ചിക്ക്? നേരത്തെയുള്ള ബന്ധം രഹസ്യാക്കി വെച്ചിട്ടല്ലേ ചേച്ചി ഇയാളെ പറ്റിച്ചത്? ഞാനൊന്ന് പുറത്തു പോകാൻ കാത്തു നിൽക്കായിരുന്നു അല്ലേ? ഇക്കണക്കിന് ഉറക്കത്തെ പോലെ വിശ്വസിക്കാൻ പറ്റുമോ നിങ്ങളെ? സ്വന്തം അമ്മാവനെ പുറത്തിരുത്തിയിട്ടാ അകത്തിയോ അഭ്യാസം. ഇനിയിപ്പോ ഉമ്മറത്തിരിക്കുന്ന ആൾ എങ്ങനെയാണെന്ന് ആര് കണ്ടു? ഇതല്ലേ വർഗങ്ങള്. ഇന്ദു, നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. അമ്മാവന് ചായ ഉണ്ടാക്കാൻ ഇവിടെ ഞാനൊന്ന് വിളിച്ചതാ. എനിക്ക് കേൾക്കണ്ട. നിങ്ങളെ കാണുക വേണ്ട. കടന്നു പൊയ്ക്കോ, അതാ നല്ലത്. ഞാൻ നാണം കെട്ട മനുഷ്യൻ. കാണുന്നത് തന്നെ അറപ്പാ. ചേച്ചി ആയാലെന്താ, അനിയത്തി ആയാലെന്താ? അമ്മാവന് ചായ തരാന്ന് വെച്ചപ്പോ പാല്. എനിക്കൊന്നും വേണ്ട മോനെ. അമ്മാവൻ വന്നിട്ട് ഒരു കട്ടനെങ്കിലും കൊടുക്കാത്തതിന് നന്ദിനി വഴക്ക് പറയായിരുന്നു ഇന്ദു. നീ ഇവിടെ ഒരുപാട് അനുഭവിക്കുന്നുണ്ടല്ലേ. എനിക്ക് നിന്റെ കുഞ്ഞിനെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. കാണാം, ഇപ്പൊ ഒരു സ്കൂൾ വിട്ട്. എന്തായാലും ഇനി ഇവിടെ നിൽക്കുന്നില്ല. എന്നാ
റോഡ് വരെ ഞാനും വരാം. അമ്മക്കുട്ടിയെ അമ്മാവന് കാണണ്ടേ? നമുക്കിറങ്ങാം. സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം ഇന്ദുവിന്റെ അടുത്തെങ്കിലും നിനക്കൊരു സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. നിറഞ്ഞ മനസ്സോടെ നിങ്ങളെ കാണാൻ വന്നതാ. എന്നിട്ട് വിങ്ങുന്ന മനസ്സുമായി മടങ്ങേണ്ടി വന്നില്ലേ എനിക്ക്? എന്തുകൊണ്ട് സമനില തിരികെ കിട്ടിയപ്പോൾ അവളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചത് പുതിയ ജീവിതം. പക്ഷേ ഇപ്പോഴത്തെ അവളുടെ മനസ്സിൽ ഞാനൊരു വെറുക്കപ്പെട്ടവനും ചതിയനൊക്കെ. ഒരു നിമിഷം പോലും ജീവിക്കണമെന്നില്ലാതായി. എന്തിനങ്ങനെ ശാപം പിടിച്ചൊരു ജന്മം? മടുത്തു അമ്മാവ, എല്ലാം കൊണ്ടും മടുത്തു. അരുത് മോനെ, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. ഇന്ദുവിന്റെ കാര്യം വിട്. സ്വന്തം മകളെ നിനക്ക് മറക്കാൻ കഴിയുമോ? ഇനിയുള്ള ജീവിതം അവൾക്ക് വേണ്ടിയായിരിക്കണം. അമ്മക്കുട്ടി നമ്മുടെ കുഞ്ഞല്ലേ. അച്ഛാ, മോൾക്ക് ഇതാരാന്ന് മനസ്സിലായോ? ഞാൻ മോളുടെ അച്ഛന്റെ അമ്മാവനാ. ആണോ? അതെ, അച്ഛൻ്റെ അമ്മാവൻ, അമ്മക്കുട്ടിയുടെ അപ്പൂപ്പൻ. അപ്പൂപ്പൻ അമ്മക്കുട്ടിയെ കാണാൻ വന്നതാ. ഇതാ, ഇത് മോക്ക് അപ്പൂപ്പന്റെ വക. മിഠായിയും ബിസ്ക്കറ്റും ഒക്കെ ഉണ്ട്. അപ്പൂപ്പ ഞങ്ങളുടെ വീട്ടിൽ വരുന്നില്ലേ? അപ്പൂപ്പൻ അവിടെ പോയിട്ടാ വരുന്ന മോളെ. എന്റെ അമ്മയെ കണ്ടില്ലേ? അമ്മയുടെ അസുഖമൊക്കെ മാറി. പക്ഷെ അമ്മയ്ക്ക് എപ്പോഴും വഴക്ക അച്ഛനോട്. മോള് അപ്പൂപ്പന്റെ വീട്ടിലേക്ക് വരുന്നോ? അമ്മ അച്ഛനും ഉണ്ടെങ്കിൽ മോളും വരാം. അവിടെ ഞാനിപ്പോ തനിച്ച. നിനക്കിവിടെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മോളെയും കൊണ്ട് അവിടെ വന്ന് നിന്നൂടെ? താല്പര്യം ഉണ്ടെങ്കിൽ ഇന്ദുവും വരട്ടെ. എനിക്ക് സന്തോഷമേ ഉള്ളൂ. നിങ്ങൾ ഒരുമിച്ച് കഴിയുന്നത് കാണാൻ അത്ര കൊതിയുണ്ട് എനിക്ക്. അപ്പൂപ്പന്റെ വീട് ഒത്തിരി ദൂരെയാ? ആ, ഇത്തിരി ദൂരെയാ മോളെ. അച്ഛൻ ഒരു ദിവസം മോളെ കൊണ്ടുപോവാ. നിനക്ക് ജോലിയൊന്നും ആയില്ലല്ലേ? ഇല്ല, ശ്രമിക്കണം എവിടെയെങ്കിലും. ചില്ലറ ചിലവുകളൊക്കെ കാണുമല്ലോ. ഇതിരിക്കട്ടെ. ഏയ്, വേണ്ട. ഞാനല്ലേ തരുന്നത്. ആ, അപ്പൂപ്പൻ പോട്ടെ മോളെ. പോട്ടെ മോനെ. ടാറ്റാ. ആ മാർഗരറ്റ്, ഞാൻ പറഞ്ഞ ആ മാറ്റർ ഒന്നും കൂടെ റെഫർ ചെയ്തേക്കൂ. പ്രോജക്ട് റിപ്പോർട്ടിലൂടെ സബ്മിറ്റ് ചെയ്യാനുള്ളതാ. ഓക്കെ? മേ കം ഇൻ സർ? യെസ്, കം ഇൻ. 2-3 പേപ്പേഴ്സ് സൈൻ ചെയ്യാനുണ്ട്. പെട്ടെന്നുണ്ടാവുന്ന ചില മിന്നൽ പണിമുടക്ക് ചിലർക്ക് ദ്രോഹവും ചിലർക്ക് വലിയ അനുഗ്രഹവുമായി മാറാറുണ്ട്. എനിക്ക് മനസ്സിലായില്ല. അല്ല, ഇന്നലെ ബസ് സ്ട്രൈക്ക് ആയിരുന്നല്ലോ. വീട്ടിലേക്ക് പോവാൻ കുറെ താമസിച്ചു എന്നറിഞ്ഞു. പിന്നെ ഒപ്പം കറങ്ങാൻ കൂടെ ആ സിയെ ഉണ്ടായിരുന്നുകൊണ്ട് വേണിക്ക് എന്തായാലും ബോറടിച്ചു കാണില്ല. നല്ല സ്മാർട്ട് പയ്യനാ സിഐ. എന്തായാലും വേണി ഞാൻ വിചാരിച്ച പോലെ അല്ല. വമ്പൻ കക്ഷികളുമായിട്ടാ കമ്പനി. കാണുന്ന പോലെ അല്ല അല്ലേ? ഒരു വലിയ മനസ്സിന്റെ ഉടമയാ. ചില തൊട്ടാവാടി പെണ്ണുങ്ങളുണ്ട്. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ പിണക്കവും പരാതിയും നിന്ന് കിണുങ്ങലും. അതൊക്കെ കാണുമ്പോഴാ പിന്നൊന്നും വേണ്ടിയിരുന്നില്ല എന്ന് തോന്നും. വേണി പിന്നെ വളരെ ഫ്രീ മൈൻഡ് ആയതുകൊണ്ട് ആ വക പ്രശ്നമൊന്നും കാണൂലല്ലേ?